ഹേ ഓൾ, ഇന്നത്തെ റെസിപ്പി എല്ലാവരുടെയും എല്ലായ്പ്പോഴത്തെയും ഫേവറേറ്റ് ആയിട്ടുള്ള പാലട പായസമാണ്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോവാം. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് തിളച്ച് കഴിഞ്ഞാൽ ഈ അരിയട നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം, മൂടി വെക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ. 1-2 പാലൊന്നുമല്ല, 11 പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾ ഏത് പാത്രത്തിലാണോ പായസം ഉണ്ടാക്കുന്നത് ആ പാത്രം എടുത്തിട്ട് അതിലേക്ക് ബട്ടറും പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ക്യാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ക്യാരമലൈസ് ചെയ്തിട്ടെടുക്കാം. കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നല്ലോണം പണി കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ പായസം ഉണ്ടാക്കുമ്പോൾ. ഫസ്റ്റ് പണി ഇതേ ഇങ്ങനെയാണ് കേട്ടോ കിട്ടിയത്. ഞാൻ കളർ ചേഞ്ച് ആവണമെന്ന് നോക്കിയിട്ട് ഇങ്ങനെ ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചത്. ഇങ്ങനെയൊക്കെ ആയപ്പോൾ ഞാൻ നല്ലോണം ടെൻഷനായി, ഭയങ്കര ടെൻഷനായി എന്ന് പറഞ്ഞാൽ. പിന്നെ ഓൾമോസ്റ്റ് ഇങ്ങനെ ആക്കിയെടുത്തപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് പാലൊഴിച്ചു, ഒരു പാക്കറ്റ് പാലൊഴിച്ചു. ഇനി ഇത് മെൽറ്റാക്കി എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതേ ഇങ്ങനെ, അപ്പോൾ വീണ്ടും ടെൻഷനായി. അപ്പോൾ എന്തായാലും വേണ്ടില്ല എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ ബാക്കിയുള്ള പാൽ കൂടി ഒഴിച്ചു കൊടുത്ത് അങ്ങനെ മെൽറ്റാക്കിയിട്ട് എടുക്കുക ചെയ്ത്. കുറേ ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത ആ അരിയാണ് കേട്ടോ, ഞാൻ കഴുകിയിട്ട് മാറ്റി വെച്ചതാണ്. ഇനി ഇതിലേക്ക് പാലിലേക്ക് നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് മധുരം എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഈ അരിയട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തിളപ്പിക്കുക. കുറേ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ നമ്മുടെ പായസം ഇവിടെ സെറ്റായി. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്രീവിയസ് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്, പോയി കാണാൻ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.